കുട്ടികളുടെ വായടപ്പിക്കാനുള്ള വസ്തുവല്ല കളിപ്പാട്ടങ്ങൾ. ഓരോ പ്രായത്തിനും ആവശ്യമായ കളിപ്പാട്ടങ്ങളുണ്ട്. എന്നാൽ ഇവ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കളിപ്പാട്ടങ്ങൾ. വീടിന്റെ ഏത് മുക്കിലും മൂലയിലും കാണാൻ ചെറുതും വലുതുമായ നിരവധി കളിപ്പാട്ടങ്ങൾ. ചുരുക്കത്തിൽ കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളുടെ ലോകത്ത് അതിഭീകരങ്ങളായ മാറ്റങ്ങളാണ് ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ മാത്രമല്ല, രക്ഷിതാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ ഇന്ന് വിപണിയിൽ സുലഭമാണ്. ബിൽഡിംഗ് ബ്ലോക്കുകളും പ്ലാസ്റ്റിക് വണ്ടികളും മൃദുവായ പാവകളും എന്ന് തുടങ്ങി പാമ്പും കോണിയും ലുഡോയും ചെസ് ബോർഡും ക്യാരം ബോർഡും എല്ലാം ഉൾപ്പെട്ട കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ പട്ടിക അനന്തമായി നീളുന്നു. എന്നാൽ കുട്ടികൾ വളരും തോറും കളിപ്പാട്ടങ്ങളോടുള്ള അവരുടെ ഇഷ്ടങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നു. ഓരോ പ്രായത്തിനും അനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ കളിപ്പാട്ടങ്ങൾ, ശബ്ദം പുറപ്പെടുവിക്കുന്നതും അല്ലാത്തതുമായ കളിപ്പാട്ടങ്ങൾ. കളിപ്പാട്ടങ്ങളുടെ ലോകം ഇന്ന് വളരെ വിപുലമാണ്. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്തതും അതേസമയം വില കൂടിയതുമായ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് ഒഴിവാക്കുക. അവരുടെ പ്രായത്തിനനുസരിച്ചതും മാനസികവും ശാരീരികവുമായ വളർച്ചയെ സഹായിക്കുന്നതുമായ കളിപ്പാട്ടങ്ങൾ വേണം തിരഞ്ഞെടുക്കാൻ. കുട്ടികൾ പൊതുവെ നിറങ്ങളിലും ശബ്ദങ്ങളിലും ആകൃഷ്ടരാകുന്നവരാണ്. ഈ സവിശേഷതകളൊക്കെയുള്ള പല കളിപ്പാട്ടങ്ങളും വലിയ തുക കൊടുത്താണ് മുതിർന്നവർ കുട്ടികൾക്കായി വാങ്ങിക്കൂട്ടുന്നത്. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അതിലാദ്യത്തേത്, ഈ കളിപ്പാട്ടം കുഞ്ഞിന് ഉപയോഗപ്രദമാണോ എന്ന് നോക്കണം. വില കൂടിയ കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനിക്കുന്നതിന് മുമ്പ് അവ കുട്ടികൾക്ക് ഉപയോഗപ്രദമാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കണം. ഓരോ കുഞ്ഞിനും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ വേണം നൽകാൻ. 3 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് ശബ്ദങ്ങളോടാകും കൂടുതൽ ഇഷ്ടം. കാതിനിമ്പമേകുന്ന ശബ്ദങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ ഈ പ്രായക്കാർക്കായി നൽകാം. അതേസമയം അക്രമം സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ വേണ്ട. വിവിധ ശബ്ദമുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ കാതിന് ദോഷമുണ്ടാകാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. 3 മുതൽ 6 മാസം വരെയുള്ള സമയത്താണ് കുഞ്ഞുങ്ങൾ നിറങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. ഈ പ്രായക്കാർക്ക് വിവിധ വർണ്ണങ്ങളിലുള്ള കളിക്കോപ്പുകൾ തിരഞ്ഞെടുക്കാം. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് കണ്ണും കൈകളും ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നതും മറ്റ് അവയവങ്ങളുടെ ചലനത്തെ മെച്ചപ്പെടുത്താൻ ഉപകരിക്കുന്നതുമായ കളിപ്പാട്ടങ്ങളാണ് ആവശ്യം. ഇത്തരം കളിപ്പാട്ടങ്ങളെ പൊതുവെ ആക്ടിവിറ്റി ടോയ്സ് എന്നാണ് വിളിക്കുന്നത്. ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ളവ കണ്ണ്, വിരലുകൾ എന്നിവയുടെ ഏകോപനത്തെ ഏറെ സഹായിക്കും. അടുത്തതായി, പഠനത്തിന് സഹായിക്കുന്ന കളിപ്പാട്ടങ്ങളാണോ എന്ന് നോക്കണം. വളരുമ്പോൾ കളിപ്പാട്ടങ്ങളോടുള്ള ഇഷ്ടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് പലതും പഠിച്ചുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇത്തരം കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ ഉപകരിക്കുന്ന കളിപ്പാട്ടങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങി നൽകണം. പഠനത്തെ സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഉദാഹരണത്തിന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പഠിക്കാൻ വിവിധ കളിപ്പാട്ടങ്ങളുടെ സഹായം തേടാം. ഉദാഹരണത്തിന്, പക്ഷിമൃഗാദികളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉൾപ്പെട്ട കളിപ്പാട്ടങ്ങൾ പഠനത്തിന് കൂടുതൽ സഹായകരമാകും. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ സഹായിക്കുന്ന കളിപ്പാട്ടങ്ങൾ 2 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയെ സഹായിക്കും. കൈകൊട്ടുകയും തല ചലിപ്പിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് വളരെയേറെ ഉപകരിക്കും. ഇംഗ്ലീഷ്, മലയാളം അക്ഷരമാലകളും സംഖ്യകളും ഒക്കെ പാട്ട് രൂപേണ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ടോയ്കളും ഇന്ന് ധാരാളമുണ്ട്. പലതവണ കേൾക്കുമ്പോൾ അക്ഷരങ്ങളും സംഖ്യകളും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഹൃദിസ്ഥമാക്കും. അടുത്തതായി, അപകട സാധ്യത തീരെ ഇല്ലാത്ത കളിപ്പാട്ടങ്ങളാണോ എന്ന് നോക്കണം. ഇന്ന് കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ 2 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചില കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റു ലോഹങ്ങളും ഗുണമേന്മ കുറഞ്ഞതാണെന്നും അതുമൂലം ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും കാണിക്കുന്ന ധാരാളം വിവരങ്ങൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളിലുള്ള ഈയത്തിന്റെയും കാഡ്മിയത്തിന്റെയും അംശം കുട്ടികളിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് മാലിന്യങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കും മറ്റു വസ്തുക്കളും റീസൈക്കിൾ ചെയ്താണ് ചില കമ്പനികൾ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ചില നിരോധിത രാസവസ്തുക്കൾ കുട്ടികളിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികളിലെ ഓർമ്മശക്തി, ബുദ്ധി, ഏകാഗ്രത, പഠനശേഷി തുടങ്ങിയ മേഖലകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത്തരം രാസപദാർത്ഥങ്ങൾ കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ചയെ തടയുകയും ശരീരത്തിലെ ഹോർമോൺ സംവിധാനങ്ങളെ കീഴ്മേൽ മറിക്കുകയും ചെയ്യും. അടുത്തതായി, കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളാണോ എന്ന് നോക്കണം. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴും കളിപ്പാട്ടങ്ങൾ മേടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി നോക്കണം. കുഞ്ഞിന് ഇഷ്ടപ്പെടാത്ത എന്നാൽ പഠനത്തിന് ഗുണകരമാകുമെന്ന തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ മേടിച്ച് നൽകുന്നത് ഒട്ടും ബുദ്ധിയല്ല. കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് മുൻഗണന നൽകണം. കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാനും മറ്റും സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ ഇത്തരത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കൂ. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു. കളിപ്പാട്ടങ്ങളോടുള്ള ഈ ഭ്രമം പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നത് കളിപ്പാട്ട നിർമ്മാണ കമ്പനികളുടെ വിപണന തന്ത്രങ്ങളുടെ ഭാഗമായാണ്. കൂടാതെ കുഞ്ഞുങ്ങളുടെ മനഃശാസ്ത്രം എന്തെന്നും ഇവർക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും കുട്ടികൾക്ക് അനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ പല മാതാപിതാക്കളും ശ്രദ്ധിക്കാറില്ല. പരമ്പരാഗതമായി നാം കണ്ടുവരുന്നതും ഉപയോഗിച്ചിട്ടുള്ളതുമായ കിലുക്കികളും പാവകളും ഒക്കെയാണ് നാം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ടെലിവിഷനും മറ്റും കാണാൻ പ്രായമാകുന്നതോടെ പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ അവരുടെ മനസ്സിൽ ചേക്കേറും. ചില ഫാസ്റ്റ് ഫുഡ് കമ്പനികൾ ഭക്ഷണത്തോടൊപ്പം ടോയ്സ് നൽകുന്ന സംവിധാനം എല്ലാ
മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് നല്ല ധാരണയുണ്ട്. മിക്കപ്പോഴും ഇവർ ഇത്തരം ഭക്ഷണശാലകളിലേക്ക് പോകാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നതും ടോയ് കിട്ടുമെന്ന കാരണം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലമാണ് വളർത്തുന്നതെന്ന സത്യം മറക്കാതിരിക്കുക. ഇനി കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, കടും നിറങ്ങളുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കുക. 2. ഗുണമേന്മ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഒഴിവാക്കുക. 3. കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന കളിക്കോപ്പുകൾ വേണ്ടെന്ന് വെക്കുക. 4. കളിക്കാൻ ഉപയോഗിച്ച ശേഷം ദിവസവും ഇവ വൃത്തിയാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 5. കുട്ടികൾക്ക് വരയ്ക്കാനും മറ്റും പെൻസിൽ നൽകുമ്പോൾ അവരത് വായിൽ വെക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. പെൻസിലിന്റെ പെയിന്റും ലെഡും ഒക്കെ കുഞ്ഞുങ്ങളുടെ വയറ്റിലെത്തിയാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.